സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്റർ പാർക്കറിന് എന്താണ് ജോലിയെന്നോ അവന് എത്രയാണ് ശമ്പളം കിട്ടുന്നത് എന്നോ ഒന്നും തന്നെ മൂവിയിൽ പറയുന്നില്ല. ന്യൂയോർക്കിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ മുഴുവൻ സമയം സജ്ജനായിട്ട് നിൽക്കുന്ന പീറ്റർ പാർക്കർ പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാതെ എങ്ങനെയാകാം അവന്റെ പുതിയ അപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ആക്കിയതും അവന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ EVയെ ക്രിയേറ്റ് ചെയ്തതുമൊക്കെ. എന്തായാലും പണ്ടത്തെ പോലെ ഗാഡ്ജറ്റ്സിന് വേണ്ടി അവൻ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസിനെ ഒന്നും ആശ്രയിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടും അവന്റെ സ്വന്തം ഇന്റലിജൻസും ഉപയോഗിച്ചാണ് തന്റെ വെബ് ഷൂട്ടേഴ്സ് ആയാലും സ്പൈഡർമാൻ സ്യൂട്ട് ആയാലും EV എന്ന് വിളിക്കപ്പെടുന്ന അവന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും അവയെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ പീറ്റർ പാർക്കർ തന്റെ അപ്പാർട്ട്മെന്റിന് റെന്റ് കൊടുക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒരു ജോലിയില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം സ്പൈഡർമാൻ നോ വേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന്. സോ ആ 4 വർഷത്തെ ഗ്യാപ്പിൽ പല സമയത്തായിട്ട് പീറ്റർ പാർക്കർ ടെമ്പററി ആയിട്ട് ജോബുകൾ ചെയ്തിട്ടുണ്ടാകാം. പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോബ് ചെയ്ത് കിട്ടിയ സമ്പാദ്യങ്ങളൊക്കെ ഉപയോഗിച്ചാകാം പീറ്റർ പാർക്കർ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ MCUവിന്റെ ഭാവിയിൽ പീറ്റർ പാർക്കർ ഡെയിലി ബ്യൂഗിളിൽ വർക്ക് ചെയ്യുന്നത് പോലെ കാണിക്കുമായിരിക്കാം.